ക്യാമറയിൽ നോക്കാനൊന്നും നേരെയില്ല. സമയം 6:50 നിക്കാഹ് എല്ലാം കഴിഞ്ഞ് 4 മണിക്ക് നിക്കാഹ് എന്ന് പറഞ്ഞതാ. ഒരു കല്യാണം ഉണ്ട്, നമ്മൾ വീഡിയോ ചെയ്തൊരു മോളെ കൂരാടാ. അപ്പൊ അതിന് വേണ്ടി പോവേ. എന്ത് ചെയ്യാനാ, വണ്ടി കംപ്ലൈന്റ് ആയിപ്പോയി. വണ്ടി ഇപ്പൊ നന്നായി കിട്ടിയ, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ സാരയില്ല, നേരം വൈകിയാലും നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോവാ. എന്തായാലും ഇപ്പൊ ലേറ്റ് ആവും. അതെല്ലാം പോയി ഉണ്ടാവോ ഒന്നും അറിയാലോ കേട്ടോ. അവിടെ എന്നാ സിറ്റുവേഷൻ ഒന്നും അറിയാല. അൽഹംദുലില്ലാ, എന്തേനായാലും ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമായത്. കാരണം ആ മോളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് 2 പ്രാവശ്യം നമ്മൾ വീഡിയോ എടുത്തിരുന്നു കേട്ടോ. ആദ്യം ഒരു വീഡിയോ എടുത്ത്, പക്ഷെ എനിക്ക് കല്യാണം റെഡി ആയില്ല. അപ്പോൾ രണ്ടാമത് പിന്നെ എടുത്ത് ഒരുപാട് അടങ്ങാറായിട്ടുണ്ട്. പല ഫ്രോഡുകളൊക്കെ പോലെ വിളിക്കുകയും ഒക്കെ ചെയ്ത് അതൊക്കെ തരണം ചെയ്തിട്ട് അൽഹംദുലില്ലാ ഇന്ന് ആ മോളെ കല്യാണം കഴിഞ്ഞു. പിയാപ്പിളന്റെ വീട് കണ്ണൂരാണ് കേട്ടോ. മാഷാ അല്ലാഹ്. അപ്പൊ അവിടെ ഉണ്ടാവോ പോയിക്കോ ഒന്നും അറിയല്ല. എന്തായാലും ചെന്ന് നോക്കോ നമുക്ക് അവിടെ അല്ലേ. വണ്ടീൻ്റെ ഉണ്ടല്ലോ, പിന്നെ റേഡിയേറ്ററിൽ വെള്ളം പോകുന്ന വാട്ടർ ടാങ്ക് പൊട്ടി, അതിന്റെ ഫാന് പൊട്ടി, കാലഹരണപ്പെട്ട് പോയതാന്നാ പറഞ്ഞ. 6 കൊല്ലായിക്കേ ഉള്ളൂ ഇത്. അപ്പോഴത്തേക്ക് തന്നെ അതൊക്കെ പൊട്ടുവോ? അടച്ചവനറിയാം. ഇങ്ങനെ പോകുന്നതല്ലേ, വണ്ടിയല്ലേ, അങ്ങനെ പോകുന്നവരൊക്കെ പറ്റുന്നതായിരിക്കും. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ചെന്ന് നോക്കട്ടെ എന്താണെന്നുള്ള. അവിടെ പോയിട്ട് അടുത്ത സിറ്റുവേഷൻ പോലെ വീഡിയോ എടുക്കാം. ഓക്കെ. ആരാ മേക്കപ്പ് ചെയ്തേ? കൊണ്ടുവന്നിട്ട് ഇപ്പൊ പെട്ടുപോയി. വണ്ടിയൊക്കെ കംപ്ലൈന്റ് ആയി ഫുള്ള് അലമ്പായി പോയി. നമുക്ക് സന്തോഷായ? നമ്മൾ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് കല്യാണം റെഡി ആയിട്ട് വിഷമിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇല്ലേ. നമ്മൾ 2 പ്രാവശ്യം ചെയ്തിട്ട് പറ്റിയ ഒരാളെ വന്നില്ലേ, അതാ പറഞ്ഞേ. നമ്മള് ഇൻഷാ അല്ലാഹ് പിയാപ്പിള നിസ്കരിക്കാണല്ലേ. അതെ അതെ അതെ. അസ്മാവി ഹാപ്പി അല്ലേ? ഇതാണ് നമ്മള് പിയാപ്പിള കേട്ടോ. ഇക്കാന്റെ പേര് ഞാൻ മറന്നു. അബ്ദുൽ ഖാദർ എന്ന ഇക്കാന്റെ പേര്. കണ്ണൂരാ സ്ഥലം. മാഷാ അല്ലാഹ്. എന്തായാലും ഒരുപാട് സന്തോഷം. പറ്റിയിട്ടല്ലോ. അതെ 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 അതെ. ഇതാണ് ഷെരീഫ്. ഷെരീഫ് വിളിച്ചിട്ടാണ് നമ്മൾ ഇവിടെ അസ്മാവിന്റെ അടുത്ത് ആദ്യമായിട്ട് വന്നത് കേട്ടോ. ഷെരീഫിന്റെ അമ്മായിന്റെ മോള് അല്ലേ. മാഷാ അല്ലാഹ്. ഇതുപോലെയുള്ള കുറെ ഷെരീഫുമാരും ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ വിളിക്കുന്നുണ്ടാണ് പലയിടത്തിലും പോവാനാണ്. മാഷാ അല്ലാഹ്. നോക്കായിട്ട് വേണം. അപ്പൊ ഇവിടെ എല്ലാരും പോയി, നമ്മള് മാത്രമേ ഫുഡ് കഴിക്കാനുള്ളൂ. ഞങ്ങള് നിന്ന് കഴിഞ്ഞിട്ടാണ് ഒരിക്കലും ചെമ്പ് കയറുക അല്ലേ. മാഷാ അല്ലാഹ്. എന്താ പറയണ്ടേ, ലേറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ വരാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമായി പോവാനും. കുറേ ആൾക്കാർ ഒന്നുമില്ല, കുറഞ്ഞ ആൾക്കാരെ വെച്ചിട്ടുള്ള ഭംഗിയായിട്ട് നടന്ന ഒരു പരിപാടി. അപ്പോൾ നിക്കാഹൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കണ്ടല്ലോ, എല്ലാവരും പോയതിനു ശേഷം നമ്മളെത്തി അവിടെ നിന്ന് ഓരോരുത്തരും നമ്മളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. അതിൽ പരം ഈ ജീവിതം കൊണ്ട് എന്തെന്നാലേ നേടാനുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ പോലും നമ്മളെ കാണാൻ വേണ്ടി വീട്ടിൽ പോകാണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓല് പറയുന്ന നല്ല വാക്കുകൾ അതിൽ പരം ഒന്നുമില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് നേടിയത് ഇതൊക്കെ തന്നെയേ ഉള്ളൂ. പിന്നെ ഞാനവിടെ ഫസ്റ്റായിട്ട് പോകുന്ന സമയത്ത് ആ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ടിൽ കാണിക്കാം നിങ്ങൾക്ക്. തേപ്പും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞില്ലേനും, അങ്ങനത്തെ ഒരു രീതിയിലേനും. അപ്പോൾ അവിടെ നിന്ന് പാടി ചെന്നപ്പോൾ അവിടെ കൊലായിലൊക്കെ ഉള്ള ഇക്കമാരൊക്കെ പറഞ്ഞു, നിങ്ങളെ വീഡിയോ കല്യാണം മാത്രമല്ല ഈ വീടും ഇങ്ങനെയൊക്കെ ആയ നിങ്ങളെ വീഡിയോ കാരണമാണ്. അത് കേട്ടപ്പോൾ ഇരട്ടി മധുരം എന്ന് പറയുമ്പോൾ പോലെ ഇരട്ടി സന്തോഷമുണ്ട്. കാരണം ആ സമയത്ത് ആ വീട് അങ്ങനത്തെ ഒരു അവസ്ഥയിലേനും. വീഡിയോ ഒക്കെ ഇറക്കിയതിന് ശേഷം ഒരു തേപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട് വരെ മാറിപ്പോയി. എത്രത്തോളം മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഈ ചാനൽ വഴി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത്തരം സന്തോഷങ്ങൾ കാണുമ്പോൾ ആണ് നമുക്കൊരു മുമ്പോട്ട് ഇനി ഒരുപാട് പോകാനുണ്ട് എന്നുള്ളൊരു എനർജി കാര്യങ്ങൾ ഇവരൊരുപാട് അനുഭവിച്ച് കിട്ടാം. ഒരുപാട് ഫേക്ക് കോളുകൾ ഉടായ്പകളും ബുദ്ധിമുട്ടിച്ചിട്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ട് ആ ഉമ്മയും മോള് സഹിച്ചിക്ക്. വീഡിയോ ചെയ്യുന്നത് ഞാനിങ്ങ് പോരുമല്ലോ, അതിന് ശേഷം ആരാ വിളിക്കുന്നത് നമുക്കറിയില്ലല്ലോ. പലരും വിളിച്ചിട്ട് അതും ഇതൊക്കെ അതൊക്കെ തരണം ചെയ്ത് ഒരു മുന്നേറിയ കൊണ്ടാണ് ഈ ഒരു ഇത്.
അൽഹംദുലില്ലാ കണ്ണൂരുള്ള ഖാദർക്ക് മാഷാ അല്ലാഹ് നല്ലൊരു ജീവിതം അവർക്ക് ഉണ്ടാവട്ടെ, അടിപൊളിയായിട്ട് അവർ ജീവിക്കട്ടെ. അസ്മാബി ഒരുപാട് ആഗ്രഹിച്ചതാണ്, 2 പ്രാവശ്യമാണ് നമ്മൾ അവരുടെ വീഡിയോ എടുത്തത്. അപ്പോൾ അതിനൊക്കെ കാര്യം ഉണ്ടായി. ആ വീഡിയോ ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തൊക്കെ നെഗറ്റീവ് വന്നാലും നിങ്ങൾ ഫോൺ റീചാർജ് ചെയ്യാണ്ടിരിക്കരുത്. ആ അലമ്പാക്കുന്ന പോലൊക്കെ ബ്ലോക്ക് ചെയ്ത് എത്രത്തോളം നിങ്ങൾ ക്ഷമിച്ച് അതിന് വേണ്ടി പ്രയത്നിക്കുന്ന അതുപോലെയാണ് നിങ്ങളെ കല്യാണം റെഡിയാകുക. അപ്പോൾ അതിക്കൽ വെച്ച് വിടരു. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഫോണൊന്നും എടുക്കുന്നില്ല, കുറേ ആൾക്കാർ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ക്ഷമയോടുകൂടെ നിന്ന് ഞങ്ങളെ കല്യാണം നടക്കും, അത് ഷുവറാണ്. 111ാമത്തെ കല്യാണമാണ് ഈ കഴിഞ്ഞ്. ഇത്രയും കല്യാണം കഴിഞ്ഞ് എല്ലാവരും അതിനു വേണ്ടി ശ്രമിച്ചവർ മാത്രമാണ്, അങ്ങനെയുള്ളവരാണ് കല്യാണങ്ങളൊക്കെ നടന്ന്. നിങ്ങൾ ഫോൺ എടുക്കണം. പിന്നെ ആങ്ങളമാരൊക്കെ ഒന്ന് ഉത്സാഹിച്ചാൽ നടക്കും. ഫോൺ എടുക്കാനൊന്നും ആരും ഇല്ലാത്ത കുറേ മക്കളുണ്ട്, ഓല കാര്യമാണ് സങ്കടം. വീഡിയോ ഒക്കെ ചെയ്യും, നമ്പറൊക്കെ കൊടുക്കും, പിന്നെ ഓല കല്യാണം നടക്കുമല്ലോ. ആരും അതിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല. വീഡിയോ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അവൻ്റെ ഫോളോ അപ്പ് ചെയ്താലല്ലേ കല്യാണങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഏതോ ഒരു ചങ്ങായി എൻ്റെ പേരും പറഞ്ഞിട്ട് അംസേൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ വിളിച്ചടങ്ങാറാക്കുന്നുണ്ട്. നിന്നോട് പറയാനുള്ളത്, നിന്നോട് തന്നെ പറയാം, ബഹുമാനത്തിനൊന്നും ആവശ്യമില്ല, കാരണം ഈ ഫ്രോഡാണ്. എന്തിനാ വെറുതെ ഇവരെ ഇടങ്ങാറാക്കുന്നത്? എനിക്ക് അതിനുള്ള തയ്യാറുള്ള ആൾക്കാരുണ്ടാവും, അവരെ അടുത്ത് പോയിക്കോ. ഡിഫറെൻ്റ് ഏബിൾഡായ മക്കളെ വിട്ടേക്ക്. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും വീഡിയോ ചെയ്യുന്ന നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് വിളിച്ചാൽ എന്നോട് നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കണം, ഇന്ന ആൾ നിങ്ങളെ ഫ്രണ്ടാണോ. എനിക്ക് അങ്ങനത്തെ എൻ്റെ ഫ്രണ്ട്സുകളൊന്നും അങ്ങനെ ഇല്ല, എനിക്ക് പരിമിത ആൾക്കാരേ ഉള്ളൂ. അവരെന്നോട് ചോദിക്കാണ്ട് ഈ വീഡിയോയിലുള്ള ഒരാളെയും വിളിക്കാനും പോകുന്നില്ല. അതൊക്കെ ഫ്രോഡാണ്. ഈ ഫ്രോഡ് പറഞ്ഞിക്കോലെ ഓനാണല്ലോ എനിക്ക് മഹറുമായി തന്നെ നാളെ കല്യാണത്തിന്. മഹർ മാത്രമല്ല, ഓനക്ക് 5 സെൻറ്റ് സ്ഥലവുമായി തന്നിക്കോലോ. എന്തെല്ലാം ആൾക്കാർക്ക് പറയാൻ പറ്റാത്ത, ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് കേട്ടോ. എന്തുണ്ടെങ്കിലും എന്നോട് വിളിച്ച് ചോദിക്കണം. ഇങ്ങനെ ഒരു ആൾ എന്നോട് വിളിച്ച് നിങ്ങൾ ഈ ഒരു ഫ്രണ്ടാന്ന് പറഞ്ഞ് വിളിച്ചിക്ക് മഹറുമായി തന്നിക്കോലോ, 5 സെൻറ്റ് സ്ഥലമായി തന്നിക്കുന്നൊക്കെ പറഞ്ഞേക്ക്. നിങ്ങൾ പാവങ്ങളെ പറ്റിക്കുക, എന്ത് മണ്ടനാടോ. ഇവർക്കൊന്നും വിദ്യാഭ്യാസം കുറച്ച് കുറവായിരിക്കും ഉമ്മമാർക്ക്, ഓല എന്തേലും പറഞ്ഞങ്ങ് വിശ്വസിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? ആ കാലയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇപ്പം ഭയങ്കര അപ്ഡേറ്റഡാ. അത് മനസ്സിലാക്ക്. എന്തൊക്കെ ട്രിക്കുകളാണ് പലരും കളിക്കുന്നത്, അതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു ഇത് നിങ്ങൾക്ക് വേണം. എന്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ പ്രശ്നം വരുമ്പോൾ ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കൂ. വീഡിയോ ചെയ്ത് നിങ്ങളോടാ പറയുന്നത്, വീഡിയോ ചെയ്ത് എല്ലാവരും നിങ്ങൾക്ക് എന്താണ് പ്രശ്നം വരുന്നത് വെച്ചാൽ എന്നോട് വിളിച്ചൊരു വാക്ക് നിങ്ങൾ പറയണം, അല്ലാതെ എടുത്ത് ചാടരുത്. എന്നിട്ട് തീരുമാനം എടുക്കുക. പിന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും അന്വേഷിച്ച് ചെയ്യണം. പിന്നെ പിന്നെ പെങ്ങന്മാരെ ആർക്കെങ്കിലും അങ്ങ് കെട്ടിച്ച് കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ആങ്ങളമാരോട് പറയാനുള്ളത്, നിങ്ങളെ ബാധ്യത തീർക്കാൻ വേണ്ടി നിങ്ങൾ ആർക്കെങ്കിലും പെങ്ങന്മാരെ കെട്ടിച്ച് കൊടുക്കരുത് കേട്ടോ. അന്വേഷിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. കല്യാണം നടക്കാൻ എളുപ്പമാണ്, നിലനിൽക്കാൻ പണിയാണ്. പിന്നെ നിങ്ങൾ തന്നെ അവരുടെ വിഷമം കാണേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്. മാഷാ അല്ലാഹ്, ഈ ഒരു സന്തോഷ നിമിഷം വേറെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ബോറാക്കുന്നില്ല. എന്തായാലും അസ്മാബിക്കും പിയാബിളയ്ക്കും ഒരുപാട് കാലം ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പഠിച്ചാൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങളോട് എല്ലാവരോടും താങ്ക്സ്. ഇനി നിങ്ങൾ ഇതേപോലെ കൂടെ നിൽക്കണം കേട്ടോ. ഓക്കെ, ബൈ.